കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് മോക്ഷദ ഏകാദശി. ഈ ഏകാദശിയെ വൈകുണ്ഠ ഏകാദശി എന്നും സ്വർഗപാതല ഏകാദശി എന്നും പറയപ്പെടാറുണ്ട്. ഈ ദിവസം നാം വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപകടങ്ങൾ കെട്ടടങ്ങുന്നതാണ്. കൂടാതെ സകല ഐശ്വര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനും പാത്രീഭൂതരാവാവുന്നതാണ്. ഈ വർഷത്തെ അവസാനത്തെ ഏകാദശിയും കൂടിയാണ് ഈ സ്വർഗപാതല ഏകാദശി. ദ്വാപര യുഗത്തിൽ ഈ ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഗീതോപദേശം നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഈ ഏകാദശിയെ ഗീതാ ജയന്തി ദിനമായും കണക്കാക്കുന്നു. സ്വർഗപാതല ഏകാദശി എന്നറിയപ്പെടുന്ന ഈ ദിനത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നാം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മുൻവാതിൽ കൂടി പ്രവേശിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാവിധികളും ചെയ്തതിനു ശേഷം മറ്റൊരു വാതിലിൽ കൂടി വേണം പുറത്തു കടക്കാൻ. അപ്രകാരം ചെയ്യുന്നത് സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. മോക്ഷദ ഏകാദശിയിൽ വ്രതമെടുത്താൽ ഭക്തരുടെ എല്ലാ പ്രയാസങ്ങളും മാറുകയും പാവങ്ങൾ കെട്ടടങ്ങുകയും ചെയ്യുമെന്നും ഒരു വിശ്വാസമുണ്ട്. മോക്ഷദ ഏകാദശിയിൽ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശുഭകരവും ഫലദായകവുമായി കണക്കാക്കപ്പെടുന്നു. ഇത് നമ്മുടെ ഭാഗ്യം ഉണർത്തുകയും സന്തോഷവും സമൃദ്ധിയും നൽകുകയും ചെയ്യുന്നു. ഹിന്ദു കലണ്ടർ അനുസരിച്ച് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥി ഡിസംബർ 22 രാവിലെ 8:16 ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ 11 മണി വരെ തുടരും. ഡിസംബർ 22 മോക്ഷദ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഡിസംബർ 23 ഉച്ചയ്ക്ക് 1:22 മുതൽ 3:25 വരെയാണ് വ്രതം തുറക്കാനുള്ള സമയം. ഡിസംബർ 23 അതായത് വൈഷ്ണവ ആചാരം പിന്തുടർന്ന് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഡിസംബർ 24 രാവിലെ 9:14 വ്രതം പൂർത്തിയാക്കണം. പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർഗപാതല ഏകാദശി 23 ഇനി ഒരു പ്രധാന കാര്യം പറയാം. ജീവിതത്തിൽ നിങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ മോക്ഷദ ഏകാദശിയിൽ തുളസി ജപമാല ഉപയോഗിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിച്ച് പാവപ്പെട്ടവർക്ക് പഴവും ഭക്ഷണവും നമ്മളാൽ കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായവും ചെയ്യുക. അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വസ്ത്രദാനം ചെയ്യുന്നതും എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയെയും പരിഹരിക്കുമെന്നാണ് വിശ്വാസം. ഏകാദശി ആരാണെന്നും ഐതിഹ്യം എന്താണെന്നും നോക്കാം. മഹാവിഷ്ണു മുരൻ എന്ന അസുരനുമായി യുദ്ധം ചെയ്തുവെന്നും അതിനിടയിൽ അല്പം വിശ്രമിക്കാനായി ഒരു ഗുഹയിലേക്ക് ചെന്നു. ആ ഗുഹയിൽ വെച്ച് മുരനെ വധിക്കാനായിട്ട് ഒരു പുതിയ ആയുധം ഉണ്ടാക്കിയതായും പത്മപുരാണം പറയുന്നു. വിഷ്ണു ഭഗവാൻ ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മുരൻ ഗുഹയ്ക്കുള്ളിൽ കയറി ഭഗവാനെ കൊല്ലാൻ ശ്രമിച്ചു. അന്നേരം വിഷ്ണുവിൽ നിന്ന് ഒരു സ്ത്രീ ശക്തി പുറപ്പെട്ട് മുരൻ എന്ന അസുരനെ വധിച്ചു. വിഷ്ണു ഭഗവാൻ ആ സ്ത്രീ ശക്തിയെ ഏകാദശി എന്ന് വിളിക്കുകയും വരങ്ങൾ നൽകുകയും ചെയ്തു. ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ച് എല്ലാവർക്കും മോക്ഷം നൽകണമെന്ന് ഏകാദശി എന്ന ആ സ്ത്രീ രൂപം മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. മഹാവിഷ്ണു സന്തോഷത്തോടെ അത് അപ്രകാരം തന്നെ ആകട്ടെ എന്ന് അരുളി ചെയ്തു. ഈ ശുഭദിനത്തിൽ ആരെങ്കിലും ഭഗവാനെ ആരാധിച്ചാൽ അവർ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ എത്തുമെന്നും മഹാവിഷ്ണു ഏകാദശിയോട് പറഞ്ഞു. മാത്രമല്ല സകലവിധ ഐശ്വര്യങ്ങളും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുമെന്നും വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നവർ ഏകാദശി ദിനത്തിൽ അരിയാഹാരം കഴിക്കുകയില്ല. അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുകയും അരിയാഹാരം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് കാരണം ഇതാണ്. ഈ ശുഭദിനത്തിൽ മുരൻ എന്ന അസുരൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴി കണ്ടെത്തുന്നതിനായി അരിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
വൈകുണ്ഠ ഏകാദശി ദിവസത്തിൽ ലോകമെമ്പാടുമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലും മറ്റു പല വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും ആചാരങ്ങളും വിധിപ്രകാരം നടക്കുന്നു. വൈകുണ്ഠദ്വാരത്തെ പ്രതിനിധീകരിക്കുന്നതിനായി പല ക്ഷേത്രങ്ങളും സ്വർഗീയ കവാടങ്ങൾ പോലുള്ള ഘടനയുണ്ടാക്കിയാണ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ സമ്പൂർണ്ണ വ്രതാനുഷ്ഠാനം നടത്തുമ്പോൾ പ്രമേഹ രോഗികളോ മറ്റു രോഗങ്ങളോ ബാധിച്ചവരും മരുന്നുകൾ കഴിക്കേണ്ടവരും വളരെ ബുദ്ധിമുട്ടായി വരും. അവരുടെ ഡോക്ടർമാരുമായി ആലോചിച്ച ശേഷം അവർക്ക് ഭാഗിക ഏകാദശി ആചരിക്കാം. അവർക്ക് പാലോ വെള്ളമോ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഗോതമ്പ് കഞ്ഞിയും കഴിക്കാം. ഗോതമ്പ് കൊണ്ടുള്ള മറ്റു പലഹാരങ്ങളും കഴിക്കാവുന്നതാണ്. സസ്യാഹാരം മാത്രമാക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല അന്നേ ദിവസം. മേൽപ്പറഞ്ഞ പോലെ അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഗോതമ്പ് ഒഴികെയുള്ള ധാന്യങ്ങളിൽ നിന്നുള്ള ധാന്യങ്ങളും മാവും എല്ലാ ഇലക്കറികളും പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങളും ഉള്ളി, വെളുത്തുള്ളി, മുട്ട, വറുത്ത ലഘുഭക്ഷണം, തേൻ തുടങ്ങിയവയെല്ലാം സ്വർഗ്ഗവാതിൽ ഏകാദശി ദിനത്തിൽ ഒഴിവാക്കേണ്ടതാണ്. വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ പയറുവർഗ്ഗങ്ങളും കഴിക്കാൻ പാടില്ല. ഭാഗിക ഏകാദശി ആചരിക്കുന്നവർക്ക് ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴികെയുള്ള പാൽ, പരിപ്പ്, പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കാം. ധാരാളമായിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി, ശുദ്ധമായ ഉപ്പ് തുടങ്ങിയവ ഏകാദശി ദിനത്തിൽ ഉപയോഗിക്കാം. ചക്ക, ജീരകം, എള്ള്, കടുക്, ഉലുവ, പുളി, ഏലം, ജാതിക്ക, ഗ്രാമ്പു, അജ്വാൻ, പെരുംജീരകം എന്നിവ ഏകാദശി ദിനത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇപ്രകാരമാണ് ഏകാദശി ദിനത്തിലെ ആഹാരക്രമങ്ങൾ. ഇത് അവരവരുടെ ആരോഗ്യത്തിനനുസൃതമായി ആചാരങ്ങൾക്കും അനുസൃതമായി മാറ്റാവുന്നതാണ്. ഏവർക്കും ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹവും സാമീപ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.